ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഔട്ടിംഗ് ആണ്. പ്ലാൻ ചെയ്ത ഒരു ഔട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. കണ്ണൂർ വരെ ഒന്ന് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ മക്കളും വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അടുത്തൊരു പെറ്റ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ പോകാമെന്ന്. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമോ കാര്യമൊന്നും ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എല്ലാ വെക്കേഷനും ഞാൻ നാട്ടിൽ വരുമ്പോൾ മൈസൂർ പോകാറുണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റർ അവിടെ സെറ്റിലാണ്, പിന്നെ അതിനടുത്താണ് സൂ. അപ്പോൾ മക്കളെയും കൂട്ടി പോകുമ്പോൾ എപ്പോഴും അവിടെ പോകാറുണ്ട്. ഒരുപാട് അവിടെ പോയതാണ്. അവരെല്ലാ മൃഗങ്ങളെയും കണ്ടതുകൊണ്ട് ഞാൻ അത്ര താല്പര്യം കാണിച്ചില്ല. എന്നാലും മക്കൾ നിർബന്ധിച്ചപ്പോൾ അവിടെ പോയി. ഞങ്ങൾ പോകുമ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പൊതിച്ചോറാണ് കൊണ്ടുപോയത്. അതൊരു വികാരമാണല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചു. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് ഒരു പാസ് കിട്ടും. പിന്നെ ഏതെങ്കിലും പെറ്റ്സിനെ കയ്യിലെടുക്കാനും അതിൻ്റെ കൂടെ തന്നെ അതിന് ഫിഷിനെ ഫീഡ് ചെയ്യാനുള്ളത് കൂടെ ഉണ്ടാവും. പിന്നെ അതിനകത്ത് കയറിയപ്പോൾ ആ ഒരു പ്രതീക്ഷയ്ക്ക് നേരെ വിപരീതമായിരുന്നു. ഞാൻ ആദ്യം നെഗറ്റീവാണ് മൊത്തം പറഞ്ഞത്. അവിടെയുള്ള നാട്ടിലല്ലേ, അത്ര വലുതായിട്ടൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരെ വിപരീതമായിരുന്നു. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ആ ഒരു സ്പേസ് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അവിടെ ഒരുപാട് വെറൈറ്റി ആനിമൽസും ബേർഡ്സും ഫിഷൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം നമുക്കവിടെ പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേസാണ്. ആ പെറ്റ്സിനെ കയ്യിലെടുക്കാനുള്ള ആ ഒരു പാസ്സില്ലേ, അപ്പോൾ അതിൽ പിന്നെ ഏതെങ്കിലും ബേർഡ്സിനെ എടുക്കാമെന്നാണ് കരുതിയത്. പക്ഷേ വിക്കുവിനോടും കണ്ണനോടും ചോദിച്ചപ്പോൾ അവർക്കൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സ്നേക്കിനെയാണ് അവരെടുത്തത്. എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തോട്ട് പോകുമ്പോൾ എന്താ പറയുക, ഒരു വഴുവഴുപ്പില്ലേ. പിന്നെ മക്കളെടുത്തത് കൊണ്ട് ഞാനും എടുത്തു. അച്ചു ബേർഡിനെയാണ് പ്രിഫർ ചെയ്തത്. പിന്നെ ഒരുപാട് ഡോഗ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒരു സൈലൻ്റായി കിടക്കുകയായിരുന്നു. വലിയ ഒച്ചപ്പാടോ ബഹളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ടായിരിക്കാം, ആ ഒരു ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു ക്ഷീണോ കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. ചിലതൊക്കെ നല്ല ആക്റ്റീവായിരുന്നു.
അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അതിന് മുന്നിലൊരു ബീച്ചാണ്. അപ്പോൾ കുറച്ച് സമയം അവിടെയും കൂടി സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ച് മക്കളും കൂടി അവിടെ ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ നിന്നൊരു പട്ടമൊക്കെ വാങ്ങി അതൊക്കെ ഇങ്ങനെ പറത്തി നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഓക്കെ, ബായ്, താങ്ക് യു.